നിങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താണ് കാര്യം എന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും എനിക്ക് നേരത്തെ സ്വപ്നത്തിൽ കാണാം. പ്രേം സലീം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ആ പാമ്പിനെ പിടിക്കാൻ പോകുന്നു, പാമ്പ് എൻ്റെ ഇവിടെ കടിക്കുന്നു, ഞാൻ മരണപ്പെടുന്നതായിട്ട് സ്വപ്നം കാണും. സലീമേട്ട എനിക്കൊരു കോളുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ചേട്ടൻ പോകാൻ പറ്റുമെങ്കിൽ പോയി. പുള്ളി പോയി എന്നെ പിടിച്ച് പുള്ളി ആ പാമ്പിൻ്റെ കടിയേറ്റ് പുള്ളി മരണം. പക്ഷേ പാമ്പുകൾക്ക് പകയുണ്ട്. ആര് പറഞ്ഞു പകയുണ്ടെന്ന്? ഒരുപാട് പേര് അടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പുകൾക്ക് മാത്രമേ പകയുള്ളൂ. ചേര വീടിന്റെ ഐശ്വര്യമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. ചേരക്ക് ചേരയല്ലേ ഇണയാവുന്നത്, മുറുക്കന് മുറുക്കനല്ലേ ഇണയാവുന്നത്, അണലിക്ക് അണലിയല്ലേ ഇണയാവുന്നത്, പെരുമ്പാമ്പിന് പെരുമ്പാമ്പല്ലേ ഇണയാവുന്നത്. വനമേഖലകളിൽ ചേര വീട്ടിലേക്ക് വന്നാൽ വേറെ പാമ്പ് വരാം, ഓർക്കണം. രാജവമ്പളുടെ ഫുഡാണ് ചേര. ഈ സ്വർണ്ണനാഗത്തെ കണ്ടിരുന്നു, ആ കഥയൊന്ന് പറയാമോ? സ്വർണ്ണനാഗം നല്ലതായിരുന്നു. സ്വർണ്ണനാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഹൈന്ദവ ആരാധനയിൽ മാത്രം പറയുന്നൊരു പ്രത്യേകതയാണ്. കറുത്ത നാഗം നമ്മുടെ നാട്ടിലില്ല, കേരളത്തിൽ. പക്ഷെ എനിക്ക് കിട്ടി. കോഴിമുട്ടയുടെ വെള്ളയും പാമ്പിന്റെ വില ഒന്നാണ്. അത് കോഴിമുട്ട എടുത്ത് വയലിൽ കുത്തി വെച്ചാൽ മരിക്കും. ഇനി ഏതെങ്കിലും നാഗങ്ങളെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ മനസ്സിൽ? എനിക്ക് ഞങ്ങളെ ജീവിതത്തിൽ എന്ന് മരണം എന്ന് പറയുന്ന സാധനം അവരുടെ ദംശനത്തിൽ കൂടി ആവണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇനി എനിക്കൊരു അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ആൾക്കാരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള എഴുതി. ഈ എലിയുടെ പിറകെ പാമ്പും വരും. ഈ നെൽകൃഷിക്കകത്ത് എലിയെ പിടിച്ചിട്ട് പാമ്പ് ഈ നെല്ലിൻ്റെ മൂട്ടിലിരിക്കും. ആ സമയത്ത് പാവപ്പെട്ട കർഷകർ ഒരു നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിൽ ഈ കൊയ്ത് കിട്ടുന്ന അരി നെല്ലുകൊണ്ടേ ഉണക്കി അവിച്ച് അരിയാക്കി കഴിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാവങ്ങൾക്ക് കടിയിട്ട് ഒരുപാട് മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഈ എലിയുടെ ശ്രദ്ധ മേളിലേക്ക് വന്നാൽ പാമ്പ് ഇവിടെ ഉണ്ടല്ലോ, എലിയെ പിടിക്കാൻ പാമ്പ് ഇങ്ങോട്ട് വരുമെന്നുള്ളത് കരയിലേക്ക് മഞ്ഞൾപ്പൊടിയും പാലും വെച്ച് തുടങ്ങിയ ആരാധനയാണ് ഇന്ന് നമ്മുടെ. അപ്പോൾ ഈ എലി നേരെ മഞ്ഞൾപ്പൊടിയുടെ അടുത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ പാമ്പും എലിയെ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ കൊയ്ത്തുകാർക്ക് അപകടം ഉണ്ടാകുന്നില്ല. അങ്ങനെ തുടങ്ങിയ ഒരു ആരാധനയാണ് ഇന്ന് സർപ്പ ആരാധനയായിട്ട് ലോകമെമ്പാടും ആരാധിക്കുന്നത്. അല്ലാതെ അതിൽ വേറൊരു ഘടകമില്ല. ആ ആരാധന ഇന്നും നിലനിന്ന് പോകുന്ന ഭൂമിയിൽ അത് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ആൾക്കാർ. ഞാൻ പാമ്പിനെ മാത്രം ആരാധിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ 16 പ്രാവശ്യം പാമ്പടിയേറ്റത് എനിക്ക് നേരത്തെ സ്വപ്നത്തിൽ ആര് ദർശിച്ചു എന്ന് വെച്ചാൽ ദൈവം വന്ന് ദർശിച്ചു എന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ നേരത്തെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി അപകടത്തിൽപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അപകടത്തിൽപ്പെടുന്നു. ഒരു നായി ഞാൻ പോകുന്ന വണ്ടിയുടെ മുന്നിൽ ചാടുന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് നമുക്ക് അപകടം ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി. അതിപ്പോൾ നേരത്തെ മുൻകൂട്ടി എല്ലാ കളികളും ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാത്തിനും ഞാൻ പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരത്തൊക്കെ ഞാൻ പറയും എനിക്ക് ഇന്നോല ഒരു കടി കിട്ടാൻ. ഇന്നലെ ഞാൻ കണ്ടൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, എൻ്റെ സുഹൃത്ത്, ഞാൻ അത് പറയാൻ വന്നു. ഞാൻ ഒരു കുറച്ചു കാലം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് പ്രേം സലീം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ആ പാമ്പിനെ പിടിക്കാൻ പോകുന്നു, പാമ്പ് എൻ്റെ ഇവിടെ കടിക്കുന്നു, ഞാൻ മരണപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുന്നു. അപ്പോൾ ഞാൻ ആ കുളം ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ സലീമേട്ട എനിക്കൊരു കോളുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ചേട്ടൻ പോകാൻ പറ്റുമെങ്കിൽ പോയി. പുള്ളി പോയി എന്നെ പിടിച്ച് പുള്ളി ആ പാമ്പിൻ്റെ കടിയേറ്റ് പുള്ളി മരണപ്പെട്ടു. അപ്പോൾ അന്ന് ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ മരിക്കുന്നതായിട്ട്. പക്ഷേ എന്തായാലും ഞാനല്ലെങ്കിൽ പോലും അടുത്ത ആൾ മരിച്ചു എന്ന്. പക്ഷേ ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ പുള്ളിയെ ഒരിക്കലും അയക്കില്ലായിരുന്നു. എനിക്കുണ്ടാകുന്ന അപകടം ഒഴിവായി പോട്ടെ എന്നുള്ള, മറ്റൊരാൾ പോകുമ്പോൾ അപകടം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ എല്ലാ സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും എനിക്ക് നേരത്തെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നു. അത് യാഥാർത്ഥ്യമായിട്ട് മാറുന്നുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട്. അങ്ങനെ അതെല്ലാം അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, സത്യമല്ലെന്ന് പറയാൻ പറ്റും. ഭൂമിയിൽ സത്യം എന്നുള്ള പാമ്പുകൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം ഇന്ന് ഗുരുദേവൻ്റെ നാരായണ ഗുരുദേവൻ്റെ ആ ഒരു വചനം അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള വാക്ക് ഇന്ന് ഭൂമിയിൽ പാലിക്കാൻ ഒരു മൈക്ക് കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല, ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരുത്തരും കഴിയില്ല. ഇന്ന് ആ ഒരു വാക്ക് യാഥാർത്ഥ്യമാക്കിയ ഒറ്റ ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. കാരണം കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, കൈയും കാലും ഇല്ലാതെ ചവച്ചരച്ച് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു ജീവി ഇന്ന് എല്ലാവരെയും ഒരേപോലെ, ഇപ്പോൾ എന്നെ ആയിരുന്നാലും രാഹുലിനെ ആയിരുന്നാലും നമ്മുടെ ക്യാമറ എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിരുന്നാലും ഒക്കെ ഒരേപോലെ എക്സ്ട്രാ നെഗറ്റീവായി ഷാഡായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരെയും നിഴലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഗുരുദേവൻ്റെ ആശയം അതാണ്. ഒരു ജാതി, അത് എല്ലാവരും ഒന്നുപോലെ, ഒരു മതം, ഒരു ദൈവം, അങ്ങനെ ഒരിക്കലും വേറിട്ട് കാണാൻ നമ്മളെല്ലാവരെയും ഒരു കുടൽ കീഴിനകത്ത് ഒരു നിഴലായിട്ട് കാണാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. പക്ഷേ പാമ്പുകൾക്ക് പകയുണ്ട്. ആര് പറഞ്ഞു പകയുണ്ടെന്ന്? അടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പുകൾക്ക് മാത്രമേ പകയുള്ളൂ. ലോകത്തൊരു പാമ്പിനും പകയില്ല. വല്ല കള്ളു കുടിച്ചുകൊണ്ടിരിക്കാൻ എടുത്തിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവൻ കുറച്ച് ബോധം വീഴുമ്പോൾ പിറ്റേന്ന് പോയിട്ട് 5-8 ഗുണ്ടകളെയും കൊണ്ടുവന്നു. അല്ല, ചില മനുഷ്യരൊക്കെ പറയുന്ന കഥകൾ കേട്ടിട്ട് അവരൊരു പാമ്പിനെ അടിച്ചു, അതിനുശേഷം പാമ്പുകൾ ഇങ്ങനെ. ഇപ്പൊ രാഹുൽ എന്താ പറഞ്ഞ കഥയാണത്. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. എങ്ങനെ ഒരു കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുന്നത്? രാഹുലാണ് പാമ്പിനെ അടിച്ചത് എങ്ങനെ ഓർത്ത് വയ്ക്കും? അതിന് കാണണ്ടേ രാഹുലാണെന്നുള്ളത്. രാഹുലിൻ്റെ വാക്കുകൾ അതിന് കേൾക്കാൻ പറ്റണ്ടേ? രാഹുലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റണ്ടേ? രാഹുലിൻ്റെ സ്മെല്ലെടുക്കാൻ അവന് മൂക്ക് വേണ്ടേ?
അവൻ നാക്കൊണ്ട് മാത്രമല്ല ജേക്കബ് സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ എങ്ങനെ അവൻ തിരിച്ചറിയുന്ന രാഹുലാണ് അവനെ അടിച്ചെന്നുള്ളത്? അല്ല, ഇതിലൊരു അത്ഭുതമില്ലെങ്കിൽ ഒരു പാമ്പിനെ അടിച്ചു വിട്ടിട്ട് പിന്നീട് എപ്പോഴും അയാൾ പാമ്പുകളെ കാണുന്നത് എന്തുകൊണ്ടാണ്? ശുദ്ധമായ മണ്ടത്തരമാണ് ഇതൊക്കെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും എൻ്റെ കണക്കുകളെ തെറ്റിച്ചൊരു കഥ ഉണ്ടായിട്ടുണ്ട്. ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ പോത്തൻകോട് മഞ്ഞമല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു കേട്ടോ. മഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ രോമാഞ്ചം ഉണ്ടാകുന്ന വെച്ചാൽ നമ്മളെന്താ നമ്മുടെ കുളിർമ ഉണ്ടാകും, ഒരു മറ്റൊരു ഫീൽഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ പോത്തൻകോട് അടുത്ത് മഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പട്ടാളത്തേനും പാമ്പ് പിടിയിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി പാമ്പിനെ പിടി, പുള്ളിയുടെ വീട് ഒരു 8 ദിവസം കഴിഞ്ഞ് പാല് കാച്ചാണ്. ആ പാമ്പിനെ പിടിക്കാണ് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാമ്പിനെ പിടിച്ചു, പുള്ളിക്കാരൻ മരിച്ചു. പാമ്പിനെ ഞാൻ അവിടെ പറമ്പൊക്കെ വൃത്തിയാക്കി പിടിച്ചു അണലിയായിരുന്നു. അപ്പോഴാണ് അവർ നാട്ടുകാർ, അവിടുത്തെ വീട്ടുകാർ പറഞ്ഞത് ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ആ പറമ്പിൽ ആ വീട് വയ്ക്കുന്നതിൻ്റെ സ്ഥലത്ത് ഒരു അണലി പ്രസവിച്ചിരുന്നു. ആ അണലിയും അദ്ദേഹം തല്ലിക്കൊന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളെയും തല്ലിക്കൊന്നു. 2-3 എണ്ണം രക്ഷപ്പെട്ടു പോയി. അതിലൊന്നാണ് ഈ കടിച്ചെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അന്ന് 2-3 കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ 8 വർഷം അന്ന് ഞാൻ പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അതിന് അന്ന് 6-7 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം അങ്ങനെ നിലനിൽക്കുക. അപ്പോൾ അതിലുണ്ടാകുന്ന രക്ഷപ്പെട്ട് ഒരാൾ പകരം വീട്ടിൽ നിന്നുള്ള ഓർമ്മ ആ കുടുംബത്തിന് മുഴുവൻ നിൽക്കുക. അവരടുത്ത സ്ഥലത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അതൊരു വിശ്വാസമായി മാറും. പാമ്പിന് ഒരിക്കലും പകയില്ല. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൊണ്ട് തുറന്നു വിടുന്ന പാമ്പുകളൊക്കെ പകരം ചോദിക്കാൻ എൻ്റെ വീട്ടിൽ വരണ്ടേ? ഞാൻ പോകുന്ന കാട്, ഞാൻ ഈ കാണ്ട് പാമ്പിനെ കൊണ്ട് തുറന്നു വിടുന്ന സ്ഥലങ്ങളിൽ ചുമ്മാ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ചോദിച്ചു നോക്കും നിങ്ങൾ. അന്നത്തെ ആറാട്ടി അശോകൻ സാറ്, വിജയൻ സാറ്, ഗോപി സാറ്, കെ മനോജ് സാർ, അങ്ങനെ കുറേ ഫോറസ്റ്റ് നിങ്ങൾ ചോദിച്ചു ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് രാത്രി. നാളെ പാമ്പിനെ കൊണ്ട് തുറന്ന് രാവിലെ വിടാൻ വേണ്ടി രാത്രി പോകും. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ റോഡിലേക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സാധനം അവിടെ കണ്ടിട്ടില്ല. എങ്കിൽ അവരൊക്കെ ഒന്ന് ഇന്നലെ കൊണ്ട് എന്നെ കഴിഞ്ഞ മാസം കൊണ്ട് തുറന്നു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ? അല്ല, ഒരിക്കലും. അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ ചോദിക്കട്ടെ, പാമ്പിനെ രക്ഷപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ അവർ ഫാമിലിയായിട്ട് ഇണചേർന്നുകൊണ്ടിരിക്കുന്ന 2 പാമ്പുകളെ പിടിച്ച് ഒരു കാട്ടിക്കൊണ്ടുവരുമ്പോൾ അത് 2 വഴിക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പുണ്യകർമ്മമാണ് ചെയ്യുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇണയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ അത് 2 വഴിക്ക് പോകും. ഒന്നിലൊന്ന് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ജീവിയുടെ വായിൽ പോയി ഫുഡാവും, ഒന്ന് എവിടെയെങ്കിലും ജീവിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യുന്നതെന്നാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ ബാക്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ചാനലിൽ ഒരു പൊട്ടക്കല്ലത്തിനും പറയാത്തൊരു കാര്യമാണ് ഈ നമ്മൾ ഈ നാട്ടിൽ കിടക്കുന്ന പാമ്പുകളെല്ലാം കൊണ്ട് കാട്ടി തുറന്നു വിട്ടാൽ എന്താ സംഭവിക്കുക? ഈ നാട്ടിൽ കിടക്കുന്ന പാമ്പുകളെ മുഴുവനും കൊണ്ട് കാട്ടി വിട്ടാൽ എന്താ സംഭവിക്കുക? കാട്ടിലെ മൃഗങ്ങളെ മൊത്തം. മൃഗങ്ങൾ മാത്രം പാവം വനത്തിനെ സംരക്ഷിക്കുന്നത് ഒരിക്കലും മൃഗങ്ങളല്ല, കൊച്ചു ബേഡ്സാണ്. കുഞ്ഞു ബേഡ്സ്, അതായത് ഇലയിലിരിക്കുന്ന പുഴുക്കളെടുക്കുക, തടിയിലിരിക്കുന്ന പുഴുക്കളെടുക്കുന്ന കുറേ ബേഡ്സ് ഉണ്ട്. ഹമ്മിങ് ബേഡ്സ്, അതുപോലെ ചൂളക്കാക്ക, ഇങ്ങനെ കുറേ സാധനമുണ്ട്. തറയിൽ മുട്ടയിടുന്ന കാട്ടുകോഴി, ഇതൊക്കെ ഉണ്ടാവും. ഇവനെല്ലാം ഇവൻ നശിപ്പിക്കും. കുറേ നാൾ കഴിയുമ്പോൾ കാട്ടിന് വരാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഈ കൊച്ചു പ്രാണികളില്ലാതെ, ഈ കൊച്ചു പക്ഷികളില്ലാതെ വരുമ്പോൾ ഈ പ്രാണികൾ വർദ്ധിക്കും, ഇലയൊക്കെ നശിക്കും. ഇന്ന് നമ്മുടെ ഏറ്റവും നല്ല കാട് നമ്മുടെ പത്തനംതിട്ട ശബരിമല കാടുകളാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ എല്ലാത്തിനും പിടിച്ച് ഒരിടത്തോണ്ട് വിടുന്നു, അല്ലെങ്കിൽ 2 ഇടത്തോണ്ട് വിടുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ച് പോയി ഈ ഇരിക്കുന്ന കുഞ്ഞു പാവങ്ങളെല്ലാം നശിപ്പിക്കുന്നു. അപ്പോൾ അവിടെ മാരകമായ മറ്റു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അബാക്കിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ച് പഠനമുണ്ടോ? കടുവ സെൻസസ് എന്ന് പറഞ്ഞൊരു സാധനം നടക്കുന്നുണ്ട്, പുലി സെൻസസ് എന്ന് പറഞ്ഞ്. ഇതൊക്കെ എങ്ങനെ സെൻസസ് ചെയ്യാൻ പറ്റും? പാമ്പിനെ കുറിച്ച് എന്തെങ്കിലും പഠനം നിങ്ങൾ വായിച്ച് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കൊണ്ടുവിടുന്ന പാമ്പുകൾ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്യുന്നു, ജീവിക്കുന്നുണ്ടെന്നൊരു പഠനം ഇന്നൊരു നടന്നിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കൊണ്ടുവിട്ട സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും അവനെ ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ തപ്പിപ്പെട്ട് ഒരു സാധനത്തിന് നമ്മളവിടെ കാണാം. നമ്മുടെ ചത്ത സ്കെൽട്ടൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അവിടെ ഒന്ന് ഫുഡ് വേണ്ടേ ഇവക്കൊക്കെ? ഫുഡ് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ പിന്നെ എവിടെ കിട്ടും ഇവർക്ക്? അവിടെ കിട്ടുന്ന അവിടുത്തെ ജീവികൾ നശിച്ചാൽ പിന്നെ അവിടെ എന്താ സംഭവം കിട്ടാൻ പോകുന്നത്? അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് എവിടെയെങ്കിലും പോയി അങ്ങ് മരിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് എന്താ പറയുക പഠനങ്ങളെക്കുറിച്ച് പറയുന്നു, ഒരുപാട് അത് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത്. ഒരു മണ്ണാങ്കട്ടേ നടന്നിട്ടില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല. പാമ്പിനെക്കുറിച്ച് എന്തെല്ലാം പഠനങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പാമ്പിൻ്റെ മോഷനെക്കുറിച്ച് റിസർച്ച് ഞാൻ ചോദിട്ടെ, ഈ പറയാൻ വന്നത് നമ്മിട്ട് നമ്മൾ പൂക്കോട് വെറ്റിനറി സർവേകലാശാല ആരും മറക്കാൻ സാധ്യതയില്ല. പൂക്കോട് വെറ്റിനറി സർവേകലാശാലയിൽ ഒരു റിസർച്ച് നടന്നു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ. 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു. 25 മരണപ്പെട്ട കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഒരു വർഷത്തിലാണ്. 24 പേരായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മീഡിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു കോപ്പം ഉണ്ടായിട്ടില്ല, ഒരു കുന്തം ഉണ്ടായിട്ടില്ല. 24 പേരായിരുന്നു. കാട്ടിലെ മൃഗമാണ്, കാട്ടിൽ ജീവിക്കുന്ന കുറുക്കനാണ്. ഈ കുറുക്കൻ നമുക്ക് പുറത്തുള്ള ഡോഗുകളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് വാക്സിൻ എടുക്കാം, വിടാം. ഈ സാധനം കാട്ടിപ്പോയി മറ്റ് എത്ര ലക്ഷം മൃഗങ്ങൾക്കാണ് ഇത് വിതയ്ക്കുന്നത്? ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് പേ വന്നാൽ എന്താ നമുക്ക് മുൻകരുതൽ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം വേവിക്കത്തില്ലേ, ഇതെല്ലാം നശിക്കത്തില്ലേ? എന്തെങ്കിലും ഒരു പഠനം മണ്ണാങ്കട്ടെ ഇവിടെ കേരളത്തിൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ?
ഇതൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ്. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നെ തൂക്കി കൊല്ലാനൊന്നും നിയമമില്ല. ഞാൻ ആരെ അമ്മയ്ക്ക് വിളിക്കുന്നില്ല, എന്നെ അമ്മയ്ക്കും അപ്പനൊക്കെ വിളിക്കുന്നില്ല. ഞാൻ ഒരുത്തനെ അമ്മയ്ക്കും അപ്പനൊന്നും വിളിക്കാൻ പോകില്ല. ഇതൊക്കെ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ പഠനങ്ങൾ നടന്നു ഇതിനൊക്കെ ഈ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നശിക്കും. അത് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പടരും. ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെ ചോദിക്കാതിരിക്കാൻ ഞാനൊരു എന്താ പറയുക, ഒരു നാക്കില്ലാത്തൊരുത്തനായി ജീവിക്കണം. ഇതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കണ്ടുവിടാതാവുന്നു. അപ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇവിടുത്തെ പ്രശ്നം കാണുന്നത്. നല്ലതിൽ ചുക്കുമില്ല. ഈ ചേര വീടിൻ്റെ ഐശ്വര്യമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നല്ല ചോദ്യമാണ്. കാരണം പല സ്ഥലത്തും ചേര വീട്ടിൽ കയറുന്ന ലോട്ടറി അടിക്കുന്നൊന്നും അർത്ഥമില്ല. ചേര എലിയെ പിടിക്കുന്ന ജീവിയാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് അറ്റാക്ക് ഉണ്ടാക്കുന്ന ജീവിയും ചേരയാണ്. കാരണം അമ്മമാർ അടുക്കളയിൽ നിന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടും കേട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മമാരുടെ കാലിൻ്റെ അടി കൂടെ കയറി പോകുന്നത്. അമ്മ പേടിച്ചിട്ട് മറിഞ്ഞടിച്ചോട് വരുന്നു. ബോധക്കേട് തലയടിച്ച് ഒരുപാട് കേസിലുണ്ട്. എന്നാൽ ചേര വീടിനകത്ത് വന്ന് എലിയെ പിടിച്ച് പോകുമ്പോൾ നമ്മുടെ വെനമുള്ള പാമ്പുകൾ ഫുഡ് തരും നമ്മളെ വീട്ടിലേക്ക്. ഇവിടെ ഇവനെ ഈ എലിയെ സെൻസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എലിയെ അവൻ പിടിച്ചു കഴിഞ്ഞു. ഇവിടെ അടുത്ത് എലിയോ തവളയൊന്നും ഇല്ലായിരുന്നു. മറ്റേ വെനമുള്ള പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരികയില്ല. അപ്പോൾ നമ്മളെ ജീവൻ രക്ഷപ്പെട്ടു. ചേര വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അപകടം ഉണ്ടാകുന്നില്ല. പക്ഷേ അവൻ കയറുന്ന കഴിച്ചാൽ നമുക്ക് ജീവൻ അപകടം ഉണ്ടാകും. അതുകൊണ്ടാണ് ചേര വീണ്ടും അയച്ചിരുന്നത്. അല്ല ചേര കയറുന്ന ലോട്ടറി അടിക്കുന്നൊന്നും ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലർ പറഞ്ഞിട്ടുണ്ട് ചേര വന്നു കഴിഞ്ഞാൽ വേറെ പാമ്പുകളെ കൊണ്ടുവരുന്നു. ഒരു ശുദ്ധമായ മണ്ടത്തരമല്ലേ. ചേരയും വേറെ പാമ്പ്. ചേരയ്ക്ക് ചേരയല്ലേ ഇണയാവുന്നത്, മുറുക്കനല്ലേ ഇണയാവുന്നത്, അണലിക്ക് അണലിയല്ലേ ഇണയാവുന്നത്, പെരുമ്പാമ്പിന് പെരുമ്പാമ്പല്ലേ ഇണയാവുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പശുവിനെ അനാവശ്യമായി പീഡിപ്പിച്ചൊരു ചെറുപ്പക്കാരൻ. സത്യം പറഞ്ഞാൽ മറ്റുള്ള ജീവികളെ പിറകെ പോകുന്ന ഒറ്റ ജീവികൾ, അത് മനുഷ്യൻ മാത്രമാണ്. അല്ലാതെ മറ്റു ജീവികൾ ഒരിക്കലും വേറെ മറ്റ് സ്പീഷീസ് മാറി. ഇപ്പം നായിലും എല്ലാ നായ്ക്കളും മാറ്റിങ് ആവാം, ഇപ്പോൾ പൂച്ചയിലും എല്ലാ പൂച്ചകളും മാറ്റിങ് ആവാം. പക്ഷേ പാമ്പ് എന്നത് വേറെ സ്പീഷീസാണ്. ചേര വേറെയാണ്. ചേരയ്ക്ക് ചേര. അപ്പോൾ ചേരയും മുറുക്കനാണ് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ പകുതി ചേരയും പകുതി മുറുക്കനായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓർക്കുന്ന ഹൈന്ദവർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ഓർമ്മിക്കുന്ന എന്താണ്, പണ്ട് ഒരു ഫോട്ടോയുണ്ട്, അർദ്ധനാരി, ശിവന്റെ പകുതിയും നാരിയുടെ പെണ്ണിൻ്റെ പകുതിയും. അപ്പോൾ അങ്ങനെയാവണ്ടേ ചേര അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ? അതെല്ലാം ശുദ്ധ മണ്ടത്തിനാണ്. ലോകം ഉള്ളിടത്തോളം കാലം ചേരയും മുറുക്കൻ ഇണചേർത്തില്ല. ചേരയ്ക്ക് ചേര തന്നെയാണ് ആണും പെണ്ണും, മുറുക്കൻ തന്നെയാണ് ആണും പെണ്ണും, അണലിക്ക് അണലി തന്നെയാണ് ആണും പെണ്ണും. അത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മുട്ടയിടുന്ന കുഞ്ഞുങ്ങളെല്ലാം അതേത് കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും, ഒരിക്കലും വേറെ ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും അതൊക്കെ ശുദ്ധമാണ്. ചേര വനമേഖലകളിൽ ചേര വീട്ടിലേക്ക് വന്നാൽ വേറെ പാമ്പ് വരാം, ഓർക്കണം. രാജവെമ്പലുടെ ഫുഡാണ് ചേര. അപ്പോൾ ചേര വീടിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പിറകെ രാജവെമ്പൽ അതിനെ പിടിക്കാൻ വരാം. അത് പറയുന്നതിൽ കണക്കുണ്ട്. പക്ഷെ ബാക്കിയുള്ളതിൽ പറയുന്നത് ഭാഗ്യം പറയുന്നതിൽ ഒരു കണക്കുമില്ല. നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ചേര വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതെന്താണ്, ഇതിനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പണ്ടുള്ളവർ കണ്ടുവച്ച കുറേ മാർഗ്ഗങ്ങൾ മാത്രമാണ്. അവരെ രക്ഷിക്കാനുള്ള കുറേ രക്ഷാ കവചങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അല്ല, ഇതിൽ വേറൊരു പ്രത്യേകത. ഇതിപ്പോൾ ചേര വീട്ടിൽ കയറി നാളെ പോയി ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും. അതൊക്കെ വെറും കഥകൾ മാത്രം. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമല്ല. കഥകൾ ഇതെല്ലാം ഒരു വിശ്വാസം അതല്ലേ എല്ലാം. അത് തന്നെയാണ് ഇത്. ഈ സ്വർണ്ണനാഗത്തെ കണ്ടിരുന്നു എന്ന് ആ കഥയൊന്ന് പറയാമോ? സ്വർണ്ണനാഗത്തെ നല്ലതായിരുന്നു. സ്വർണ്ണനാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹൈന്ദവ ആരാധനയിൽ മാത്രം പറയുന്നൊരു പ്രത്യേകതയാണ് സ്വർണ്ണനാഗം, വെള്ളിനാഗം, കരിനാഗം. ഇത് മൂന്നും നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതിൽ 3 എനിക്ക് കിട്ടിയിട്ടുണ്ട്. മൂന്നും കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. കൗമുദിയുടെ എപ്പിസോഡിൽ തന്നെ 3 വെള്ളയെ പരിചയപ്പെടില്ല, സ്വർണ്ണത്തിനെയും കറുപ്പിനെയും പരിചയപ്പെടുത്തി. കറുത്ത നാഗം നമ്മുടെ നാട്ടിലില്ല, കേരളത്തിൽ. പക്ഷേ എനിക്ക് കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാമോ? വഞ്ചൂരിൽ നിന്നാണ് കിട്ടിയത്. വഞ്ചൂര് പോലീസ് വിളിച്ചിട്ടാണ് പോയി എടുത്തത്. ഇപ്പം ഞാനാണ് പോയി എടുത്തെങ്കിൽ പറയും ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പോയി എടുത്തെന്ന് പറയും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ത്യ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ബാൻഡർ കൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ശംഖു വരെ എനിക്ക് മലയും കീഴ്ന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിയിലിട്ട കമൻസ് എന്ന് ഞാൻ അന്ന് കേരളം വിട്ട് ഒരിടത്തും പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ മഹാരാഷ്ട്രയിൽ പോയി കൊണ്ടുവന്നതാണ്. അവിടെയുള്ളത് അവിടെ നിന്ന് കൊണ്ടിട്ട് ഇവിടെ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ സമയത്ത് അവിടെ തന്നെ ഒരു വലയിൽ കുരുങ്ങി വേറൊന്ന് ചത്തു. ഇതിൻ്റെ തന്നെ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പഠനങ്ങളും നമ്മുടെ നാട്ടിലില്ല, ഒരു പഠനങ്ങളുമില്ല. ഞാൻ അറിയാലോ, ഞാൻ ലോകത്തിൽ ആദ്യമായിട്ട് കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരണപ്പെടുമെന്ന് ലോകത്തുള്ള ആൾക്കാർ നമ്മുടെ ഇതിൽ കൂടെ പറഞ്ഞത് ഞാൻ മാത്രമാണ്. കോഴിമുട്ടയുടെ വെള്ളയും പാമ്പിൻ്റെ വനവും ഒന്നാണ്. അത് കോഴിമുട്ട എടുത്ത് വൈനിൽ കുത്തിവെച്ചാൽ മരിക്കും. പാമ്പിൻ്റെ വനവും അതേ അവസ്ഥയാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ മാത്രം. വേറെ ആരും പറയാത്തതാണ് അറിഞ്ഞിടാത്തതുകൊണ്ടാണ് പറയാത്തതാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നത് സ്വർണ്ണനാഗത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഈ കരിനാഗത്തെ ഞാൻ ആറ്റിങ്ങിൽ നിൽക്കുമ്പോൾ വഞ്ചൂര് പോലീസ് എന്നെ വിളിക്കുന്നത്. സുരേഷ് പെട്ടെന്ന് ഒരു കറുത്ത മുറുക്കനെ കണ്ടു. അപ്പോൾ ഞാൻ സാറേ കറുത്ത മുറുക്കൻ അവിടെ എങ്കിലും ഇല്ലാന്ന്. അപ്പോൾ ഉടനെ വാട്സപ്പിൽ വീഡിയോ ഇട്ടു. അത് രാജസ്ഥാനിൽ നിന്നൊരു മഹാരാഷ്ട്രയിൽ നിന്ന് വന്നൊരു ലോറി കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു ചെറിയ വഞ്ചൂര് പോലീസിൻ്റെ വണ്ടിക്കുള്ള വഴി കൂടെ കയറി തൊട്ടപ്പുറത്തുള്ള കാവിൻ്റെ അവിടെ നിന്ന് ഒരു മരത്തിൽ കയറി മരം വഴി കയറി മേളിൽ ചെന്നപ്പോൾ മേളിൽ നിന്ന് പരന്ത് ഇവനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ നേരെ വന്ന് താഴെ വീണു. അപ്പോൾ അവർ കാണുന്നത് നേരെ എഴിഞ്ഞു വന്ന് 2 വേസ്റ്റ് ആക്കുന്നതിൻ്റെ ഇടയിൽ കയറി. ഞാൻ ആറ്റിങ്ങിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് ഓടിയെത്തി
അതിനെ എടുത്ത് ഞാൻ പരിചയപ്പെടുത്തിയിട്ട് അവനെ കരുനാഗത്തിന് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ കരുനാഗത്തിന് അവിടെ കിട്ടി. അത് വരാം, അതിന് ശേഷമാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ കിട്ടിയാലും വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് 5ഓളം നല്ല സ്വർണ്ണ കളർ, നല്ല മഞ്ഞയിൽ നല്ല ഗോൾഡ് ഉള്ള 5ഓളം നാഗങ്ങൾ എനിക്ക് കിട്ടി. അത് ഒന്ന് ആറ്റിങ്ങിൽ ഒരു പട്ടാളത്തെ എൻ്റെ വീട്ടിൽ കരിക്കകം ഇങ്ങനെ 5 സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടി. അത് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം, ഭാരത് വിഷൻ എന്നൊരു ചാനലുണ്ടായിരുന്നു നമുക്ക് പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഭാരത് വിഷൻ തമിഴ്നാട് കണക്ഷനുള്ള ചാനലാണ്. അതിൻ്റെ ആസ്ഥാനം ജഗതിയായിരുന്നു. അപ്പോൾ ആ ജഗതിയിൽ അവരിതുപോലെ അവരെ ഇതിനകത്ത് ഒരു 15-20 വർഷങ്ങൾക്ക് മുന്നേ ഒരു വെള്ള നാഗത്തെ കാണുന്നപ്പോൾ എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നു, പിടികൂടി. നല്ല വെള്ളി കളർ നാഗവൻ, നല്ല വെള്ളി, നമ്മൾ വെള്ളി പേപ്പർ പോലെ ഇരിക്കുന്ന വെള്ളിയായിരുന്നു എനിക്ക്. അത് കിട്ടി. പക്ഷേ അത് പിടിച്ച് അതും നിങ്ങൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ ഡെയിലി അവിടെ ഇതിനെ കണ്ടിന്യൂഷൻ ഡെയിലി അവിടെ മഞ്ഞളും പാലും ഒക്കെ വെച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ പിടിച്ച് ഒരു 6 മാസം ആവുന്നതിന് പിന്നെ ആ ചാനൽ പൂട്ടിപ്പോയെന്നുള്ളതാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കും, ഇതൊന്നും ചുമ്മാ പറയണമല്ല. നിങ്ങൾ ജഗതിയിലാണ് ആസ്ഥാനം. ആ പിടിച്ച ആ പാമ്പ് അവിടെ 20 വർഷം 10-12 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് നല്ല പുഷ്ടിയായിരുന്നു. അത് കഴിഞ്ഞാൽ പാമ്പിനെ എന്നെ വിളിച്ച് പുതിയ അധികാരികൾ വന്നപ്പോൾ അവന് പിടിച്ചു മാറ്റണമെന്ന്. അങ്ങനെ ഞാൻ പോയി പിടിച്ചു മാറ്റി 6 മാസം ആ സ്ഥാപനം അവിടെ നിലനിന്നില്ല എന്നുള്ള 6 മാസത്തിനകത്ത് പൂട്ടിപ്പോയെന്നുള്ള സ്ഥാനം. നല്ല പുഷ്ടിയായിട്ട് നല്ല ഭാരതൂഷൻ ചാനൽ ഓർമ്മയുണ്ട് നിങ്ങൾ പഴയ വീഡിയോ തന്നെ അറിയാം. ഭാരതൂഷൻ ഉണ്ടെന്ന് പെട്ടെന്ന് 6 മാസം കൊണ്ട് പൂട്ടി. ആ വെള്ളം അങ്ങനെ 3 നാഗങ്ങളെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. വെള്ളി കിട്ടി, കറുപ്പ് കിട്ടി, സ്വർണ്ണ നാഗത്തിൽ 3 അതിഥികൾ എനിക്ക് കിട്ടി. ഇത്തരത്തിലുള്ള നാഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് മുൻജന്മ പുണ്യമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അതൊരു കോൺസെപ്റ്റ്, വിശ്വാസമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ പാമ്പിൻ്റെ മെനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം പല സ്ഥലങ്ങളിലും ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സാഹചര്യങ്ങളിൽ ഞാനിങ്ങനെ അന്വേഷിക്കാറുണ്ട്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അവർ വീട്ടിനകത്തൊക്കെ പാമ്പിനെ പിടിച്ച് വരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതൊരു അന്ധവിശ്വാസമായിട്ട് ഒരിക്കലും കാണരുത്. നമ്മുടെ വെറും എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു അറിവുകൾ നമ്മൾ ശേഖരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഇതൊരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ അവിടെ പല സ്ഥലത്തും ഇങ്ങനെ അവർ ബൈക്ക് അപകടങ്ങളുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ എനിക്കാണ് ഒരു വീട്ടിൽ പോയ സമയത്ത് എങ്ങനെ ചോദിച്ചു പറഞ്ഞു, അവർക്ക് പെട്ടെന്നായിരുന്നു അവിടെ ഈ പാമ്പിനെ കണ്ട് ആരുമല്ല, പന്തളം ബാലൻ സാർ. അതാണ് ഞാൻ പറയുന്നത്. ഇനി ആളിന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, പാട്ട് ഗായകൻ പന്തളം ബാലസാറിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു 2 മാസങ്ങൾക്ക് മുന്നേ ഒരു മൂർഖൻ അധികം കാണുകയും അവരെന്നെ തട്ടി പുറത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖമായി, വയ്യായികയായി, അദ്ദേഹത്തിന് അസുഖമായി. അത് കഴിഞ്ഞൊരു 30 ദിവസം പോലും ആയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ ഇപ്പം മരണപ്പെട്ടു. മരണം ദൈവനിശ്ചയമാണ്, വിളിക്കുന്ന സമയത്ത് പോയുള്ളൂ. പക്ഷെ അവർക്കും ആ ഒരു നിമിത്തം, ആ ഒരു സാധനം കണ്ടപ്പോൾ അവർക്കും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിശ്വാസം വന്നു. എൻ്റെ വീട്ടിൽ ഇത് വന്നതിന് ശേഷം ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ള കണക്ഷൻ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ അവർ പറയുമ്പോൾ കുറേ ആൾക്കാർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ബെൽറ്റ് ഇങ്ങനെ എല്ലാവരും മുന്നോട്ട് പാമ്പിനെ ദൈവമായിട്ട് സങ്കല്പിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കരുനാഗവും സ്വർണ്ണനാഗമൊക്കെ ഉള്ളത് തന്നെയാണ്. പണ്ട് പുരാണങ്ങൾ, ഹൈന്ദവ പുരാണങ്ങളിൽ മാത്രം പണ്ട് അമ്പലങ്ങളുടെ സ്വർണ്ണമൊക്കെ സംരക്ഷിക്കുന്നത് കരുനാഗങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഭൂമിയിലുണ്ടല്ലോ. ഇത് 3 വരെ എനിക്ക് പിടിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതില്ല എന്നൊരിക്കലും പറയാനും പറ്റില്ല. ഞാൻ ആരാധിക്കും. വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞു, ഞാൻ പാമ്പിനെ മാത്രം ആരാധിക്കുന്നതാണ്. ഇതിനൊക്കെ എപ്പോഴെങ്കിലും അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും നാഗങ്ങളെ? പിന്നെ ഞാൻ എല്ലാ പാമ്പുകളും ഞാൻ സ്വർണ്ണത്തിനെ കിട്ടുമ്പോൾ ഞാൻ അത്ഭുതമായിട്ടല്ലേ കാണുന്നത്, വെള്ളിയെ കിട്ടുമ്പോൾ ഞാൻ അത്ഭുതമായിട്ടല്ലേ കാണുന്നത്, ഇപ്പോൾ കറുപ്പിനെ കിട്ടിയപ്പോൾ ഞാൻ അത്ഭുതമായിട്ടല്ലേ കാണുന്നത്. ഇതെല്ലാം ഞാൻ അത്ഭുതമായിട്ട് തന്നെയാണ് കാണുന്നത്. രാജവമ്പല കിട്ടുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ 238 രാജവമ്പല പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 500 ആവേണ്ടതാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം വാവസുരേഷിനെ വിളിക്കരുതെന്നൊരു ഒരു അപേക്ഷയായിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് നടക്കുന്നത്. വനം വകുപ്പിൽ ഇപ്പോൾ പുതിയ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് നേടുന്ന ആൾക്കാർ. അതുകൊണ്ട് കോളുകൾ ഡെയിലി 10-15 കോൾ ഉണ്ടെങ്കിൽ രാജവമ്പലിൻ്റെ കോളുകൾ കുറവാണ്. എന്നാലും 238 വരെ പിടിച്ചപ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ പോയി. പിന്നെ അതുപോലെ കർണാടകത്തിൽ പോയി. അവിടെ കർണാടകത്തിൽ 2 രാജവമ്പലം പിടിച്ചു. അത് നമ്മളെ കണക്കിലില്ല, അത് അവിടുത്തെ ആൾക്കാരെ വിളിച്ച് പോകുന്നത്. എന്നെ വിളിച്ച് കിട്ടുന്ന കോളുകൾ മാത്രമേ ഞാൻ കണക്ക്. അങ്ങനെ 238 കിട്ടി. പിന്നെ കടികളിലാണെങ്കിൽ മുന്നോട്ടുണ്ട്. മുറുക്കൻ പാമ്പിൻ്റെ മുട്ടകൾ 25,000-ഓളം മുട്ടകൾ എനിക്ക് വിരിയിക്കാൻ, എൻ്റെ വീട്ടിൽ വിരിയിക്കാൻ കഴിഞ്ഞു. അണലിയുടെ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പഠിച്ച് പുറത്തേക്ക് വിടുന്നു. അപ്പോഴൊക്കെയാണ് ഞാൻ കൊച്ചു പാമ്പുകളുടെ കടികളൊക്കെ വാങ്ങുന്നത്. കുഞ്ഞുമ്മയുടെ കടി കിട്ടി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നീര് വെക്കുന്നു, എഫക്റ്റ്, അങ്ങനെയൊക്കെ പഠിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നൊരു ഒരു സങ്കോചം കൂടെ എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ പറ്റും. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഒരു ആൾ എഴുതി വെച്ച ബുക്ക് വായിച്ചിട്ടോ ഒന്നുമല്ല. എൻ്റെ അനുഭവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ യാത്രയ്ക്ക് ഇടയിൽ കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഒരിക്കലും ഇത് മറ്റൊരാളിൽ നിന്നും നേടിയതല്ല. എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പലരും പറയുന്നുണ്ട് വാവാസുരേഷിനെ വടി കൊടുത്തത് ഞാനാണ് പാടിയത്. എനിക്ക് ഒരാൾ പോലും, ഞാൻ ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ പോലും കേരളത്തിൽ പാമ്പ് കൊടുത്ത കാരണം വളരെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് കൊച്ചിലെ തോന്നിയൊരു തമാശ, ഈ നമ്മളിരിക്കുന്ന സ്ഥലം ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, ആക്കുളം കായൽ ലേക്കിൻ്റെ തന്നെ. ഈ ലേക്കൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ കരച്ചിൽ വരും. ഇവിടെ ലേക്കൊന്നുമില്ല, അത്രയും കരയായി കഴിഞ്ഞു. പണ്ട് ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ വണ്ടി വാഹനങ്ങളൊന്നുമില്ല, നിബിഡമായ കാടാണ്, കുറുക്കനെയൊക്കെ കിട്ടുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ പാമ്പിനെ മാത്രം പിടിക്കുന്ന ഒരാളല്ല. പഴവുണ്ണി ഉൾപ്പെടെ, കല്ലുണ്ണി ഉൾപ്പെടെ, നീർനായ ഉൾപ്പെടെ, ഒരുപാട് കുറുക്കൻ ഉൾപ്പെടെ, മങ്കി, കുരങ്ങ് ഉൾപ്പെടെ മറ്റൊരുപാട് ദേശാടന പക്ഷികളെ അപകടത്തിൽപ്പെട്ടൊക്കെ ഒരുപാട് സേവ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു.
അപ്പോൾ എല്ലാ മേഖലയിലും എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെയൊക്കെ കുറുക്കനെയും നീർനായയും പാമ്പുകളെ കണ്ടു വളർന്നൊരു ചരിത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകാതെ ഇങ്ങനെ സ്ഥലങ്ങളിൽ പാടത്തും പതുക്കും പാന്നിക്കുന്ന നിങ്ങൾ ഒരുപാട് ജീവികളെ കണ്ട് പഠിച്ച് സ്നേഹിക്കാൻ പഠിച്ച ഒരാളാണ്. എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ലോകത്തൊരു എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ നാഗങ്ങൾ തന്നെയാണ്. ഞാൻ പിടിച്ചിട്ട് എന്നെ കടി കിട്ടുന്നത് എനിക്കറിയില്ല. ആദ്യം 20 വർഷങ്ങൾക്ക് മുന്നാണ് കടി കിട്ടുന്നത്. അത് കഴിഞ്ഞ് വെഞ്ഞാറൊട്ടിച്ച് കടി കിട്ടിയാണിത്. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, കലമ്പലത്ത് വെച്ച് കടി കിട്ടിയാണിത്. ഇത് കുടപ്പനക്കുന്നിൽ വെച്ച് കടി കിട്ടിയാണ്. ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അപകടം ഉണ്ടായിട്ടുള്ളത്. ഇനി ഏതെങ്കിലും നാഗങ്ങളെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ മനസ്സിൽ? എനിക്ക് ഞങ്ങളെ ജീവിതത്തിൽ എന്ന് മരണം എന്ന് പറയുന്ന സാധനം അവരുടെ ദംശനത്തിൽ കൂടി ആവണം എന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതായത് നമ്മൾ ഏതൊരു മേഖലയിൽ നിന്നാലും, ഇപ്പോൾ ഒരു നാടകം ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്കും അതിനാണ്, എനിക്ക് അവരുടെ ഞാൻ ഇത്രയും സ്നേഹിച്ച അവരുടെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദംശനം കൊണ്ട് ഉറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇനി പിടിക്കാണ്ടിരിക്കുന്ന കേരളത്തിൽ വേറൊന്നുമില്ല. കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ അതികളും എനിക്ക് പിടികൂടാം. എല്ലാ അതികളും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ അതികളും, ചെറിയ ഓരക്കുള്ളൻ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ രാജവമ്പാല ഉൾപ്പെടെയുള്ള അതികളെ പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാക്കൊണ്ട എന്നറിയപ്പെടുന്ന പാമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിലും സൂല് അവർ കൊണ്ടുവന്ന സമയത്ത് തുറന്നുവിടാനുള്ള ഉദ്ഘാടന കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അതും എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ കേരളത്തിലത്തെ ബാൻഡർ കയറ്റ് എന്നറിയപ്പെടുന്ന, ഇല്ലാത്തല്ല ഉള്ളത് തന്നെയാണ്, ഇല്ലാത്ത ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഉണ്ടെന്ന് എനിക്ക് ബോധവൽക്കരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് ഇനിയും മരണം വരെ ഈ ഒരു മേഖല തന്നെ ആവണമെന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഈ ടോർച്ചറിങ് ഒക്കെ ഇങ്ങനെ വരുമ്പം എന്തായിരിക്കും അടുത്ത അപകടം പതിയിരിക്കുന്നത് എനിക്കറിയില്ല. ഇനി എനിക്കൊരു അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾക്കാരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള രീതി ഞാൻ എഴുതി. അത്രയ്ക്ക് മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുന്നുള്ളൂ, മാനസികമായിട്ട്. അതുപോലെ പാമ്പിനെ വർഷങ്ങളായി കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ കാസർഗോഡ് മുതൽ പാറശാലയുടെ പ്രോഗ്രാം ചെയ്തു. ഡൽഹിയിൽ മലയാളി അസോസിയേഷൻ്റെ പരിപാടിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്തു. അതുപോലെ പല സ്ഥലത്തും ചെന്നൈയിൽ SNDPയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടെ അവയർനെസ് ക്ലാസ് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ഒരുപാട് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോൾ പക്ഷേ എൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് 1-2 പേർക്ക് ഭയങ്കര അലർജിയാണ്. ആ അലർജി എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ മേഖലയിൽ കൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം വരെ ഇത് തന്നെ ആയിരിക്കും എൻ്റെ പ്രതീക്ഷ. പക്ഷേ അപ്പോഴും നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അമ്മയായിരുന്നാലും അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന അമ്മ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, വയ്യാതിരിക്കുന്ന അനിയത്തി എനിക്ക് സമയത്തിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കുറ്റബോധം മനസ്സിലുണ്ട്. കാരണം ഞാൻ എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ പ്രായമുള്ള അമ്മമാരെ കണ്ട കെട്ടിപ്പിടിക്കുന്നത്, അമ്മയുടെ പാദം തൊട്ട് വണങ്ങുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു മേലിപ്പോൾ രാഹുലായിരുന്നാൽ പോലും നിങ്ങളൊരു മീഡിയയിൽ ഇറങ്ങി ആളാണെങ്കിൽ പോലും നിങ്ങളെപ്പോഴും മുന്നും പിന്നും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും 1-2 നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഏത് വഴി അവർ നമ്മളെ നശിപ്പിക്കും. ആ ഒരു വഴിയിൽ പോയി ചാടാതെ സൂക്ഷിക്കണമെന്ന് മാത്രം നിങ്ങളോടും പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പാമ്പ് പിടിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൂ. അവസാനത്തെ ഒരു ചോദ്യം കൂടെ ഞാൻ വിട്ടുപോയായിരുന്നു. ഈ ഒരുപാട് പേര് ഇന്ന് പാമ്പുകളെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അതെ, ഒരുപാട് പേര് ഇപ്പോൾ ചെറുത് തൊട്ട് വലുത് തൊട്ട് വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇത് വളർത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? നല്ല കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിൽ വളർന്ന നമ്മുടെ ഇന്ത്യയിലെ പാമ്പുകളല്ല, നമ്മൾ വിദേശിനം ബോൾ പൈത്തൻ, നമ്മൾ ഇറച്ചി കോഴി പോലെ ബ്രീഡ് ചെയ്തെടുപ്പിക്കുന്ന ഒരു സാധനമുണ്ട് ബോൾ പൈത്തൻ. ചിലർക്ക് മനുഷ്യനെക്കാളും വലുതാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല. ഇന്ത്യയിൽ അനാക്കൊണ്ട ഇപ്പോൾ കൊണ്ടുവന്ന് വളർത്തുന്ന 2 എറണാകുളത്തുണ്ട്, ഒരെണ്ണമുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തൊരു പെറ്റ് ഷോപ്പ് ഉണ്ട് പത്തനംതിട്ടയിൽ, മിക്കി പെറ്റ്സ് എന്നൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. ആ പെറ്റ് ഷോപ്പിൽ പുള്ളി ഇപ്പം 4 ലക്ഷം രൂപയ്ക്കായിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 4 ലക്ഷം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്താ 4 ലക്ഷം 2 ലക്ഷം അത് പുള്ളി വാങ്ങിയിട്ടുണ്ട്, അനാക്കൊണ്ട വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിദേശിനം പാമ്പുകളെ നമ്മളെ നാട്ടിൽ വളർത്തുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ വനം വകുപ്പോ തടയേണ്ട കാര്യവും വരുന്നില്ല. കാരണം അത് അവിടെയൊക്കെ കറി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പോൾ നമ്മൾ തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ കറി വെച്ച് രാജവമ്പാല മനുഷ്യനെ പിടിച്ച് കഴിക്കില്ല. ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ട്. ഇതൊന്നും അത്ര സൈസ് വെക്കും. നമ്മൾ കൂട്ടിൽ വളർത്തുന്ന പാമ്പുകളൊന്നും അത്ര സൈസ് വെക്കത്തില്ല. നമ്മൾ ഈ വിദേശിനം പറഞ്ഞ ബാൾ പൈത്തൻ അങ്ങനെ സാധനങ്ങളൊന്നും ഒരിക്കലും. ചില റീലിനകത്തൊക്കെ കാണും. ചിലര് ഇവിടെ അല്ലെങ്കിൽ വിദേശത്തുണ്ട് ഒരു മനുഷ്യനേക്കാളും വലിയ പാമ്പിന്റെ പുറത്ത് അതൊക്കെ പെറ്റായിട്ട് വളർത്തുന്നതാണ്. അതൊന്നും ഒരിക്കലും അവർ നിത്യേന കൈകാര്യം ചെയ്യുന്നതാണ്. അവന് നല്ല ഫുഡ് ഉണ്ടാവും, നമ്മളൊന്നും ഒരിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല. ഇവന് ഫുഡ് കിട്ടാൻ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ആക്രമിക്കാൻ വരുന്നത്, പെട്ടെന്ന് കടിക്കാൻ വരുന്നത്. അല്ലാതെ ഒരിക്കലും ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വിദേശത്ത് വളർത്തുന്ന ഏതെങ്കിലും ഒരാളിനെ എനിക്ക് പാമ്പ് വിഴുങ്ങിയായിട്ട് കേട്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മ കൊണ്ട് പ്രചരിപ്പിക്കുന്ന കുറേ കഥകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്ക് പല സ്ഥലങ്ങളിലും പാമ്പിനെ വളർത്തുന്ന ഈ പെറ്റായിട്ട് വളർത്തുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിയമതടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വളർത്താൻ ഒരു പ്രശ്നമില്ല. അതുപോലെ ഞാൻ ഇന്നലെ വർക്കലയിലാണ്, ആറ്റിങ്ങിൽ രാത്രി 2 അണലിയെ പിടിക്കാൻ പോയത്. എവിടെയാ? ചെറിയങ്കിൽ 2 അണലിയെ പിടിക്കാൻ പോയ സമയത്ത് വിദേശത്ത് നിന്ന് ഒരാൾ വീഡിയോ കോൾ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാവുണ്ട്, ആ കാവിൽ ഇതിനെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റും. ഞാൻ പറഞ്ഞു നമ്മുടെ നമുക്ക് ഇവിടെ നിയമം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുന്ന എന്തെങ്കിലും പാമ്പുണ്ടോ ചമ്പലത്തിൽ കൂട്ടിൽ? ഞാൻ പറഞ്ഞു ഇങ്ങനെ വിദേശ പാമ്പുകളായ സൗത്ത് ആഫ്രിക്കയിലൊക്കെയുള്ള ബാൾ പൈത്തൻസിനൊക്കെ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്താൻ പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പുള്ളിക്ക് 3-4 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളിൽ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് കൊടുക്കാൻ എൻ്റെ പറഞ്ഞു. അത് വളർത്തുന്നത് പ്രശ്നമില്ല, വളർത്തും. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടാണ്. കാരണം ചൂടും തണുപ്പും ഒക്കെ കൺട്രോൾ ചെയ്ത് പോകണം. പിന്നെ ഫുഡ് സമയത്തിനോട് വിറയ്ക്കും, ഡീഫോൺ ചെയ്യണം, മരുന്ന് കൊടുക്കണം, അങ്ങനെ കുറേ പണി, കുറേ പാടാണ്.
എന്നാലും അപൂർവങ്ങളിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറ്റവും ഒത്തിരി പഴക്കമുള്ളത് കിടക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ എന്താ പറയുക ഷാജി ബാലരാമപുരം. പുള്ളിയിൽ 8 വയസ്സ് പ്രായമുള്ളവരണം കിടപ്പുണ്ട്. അത് നല്ല സൈസ് ഉണ്ട്. അതാണ് ഞാൻ അവയർനെസ് ക്ലാസ്സുകൾക്കൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. അത് വെച്ചാണ് ഞാനിപ്പോൾ അവയർനെസ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. ക്ലാസ്സുകൾക്ക് പോകുന്നപ്പോഴൊക്കെ അതിനെ കൊണ്ടാണ് പോയി ആളുകൾ തൊടിയിപ്പിക്കുന്നത്. പണ്ടാണെങ്കിലും മൂർക്കനെയും പെരുമ്പാമ്പനാണെങ്കിലും കൊണ്ടുവരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം ഇത് വിദേശിനും പാമ്പുകളെ കൊണ്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമുക്ക് അടുത്ത സന്തോഷം. വീണ്ടും കാണാം. നന്നായിരിക്കട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ.